എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് ഒറട്ടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 തവി ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ അരമുറി തിരുവി എടുത്തിട്ടുള്ളതാണ്. തേങ്ങയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളയ്ക്കുന്ന വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ ഒറട്ടി ഹാർഡായി പോകും. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാൻ ഈ പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ ആവശ്യമായിട്ട് ഞാൻ ചപ്പാത്തി പലകയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു കവർ കൊണ്ട് ചുറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കവർ ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മാവ് വെച്ച് കൈ കൊണ്ട് വേണം പരത്തിയെടുക്കാൻ. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമുക്കൊന്ന് എണ്ണ തടവി കൊടുക്കാം. കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒറട്ടിക്ക് പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കുക. ഇനി മറിച്ചും തിരിച്ചും വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് വരണം. കണ്ടില്ലേ, ഈ രൂപത്തിൽ നന്നായിട്ട് വെന്ത് വരണം. ഒറട്ടിക്ക് പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മറിച്ചും തിരിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും തന്നെ ഇഷ്ടമാകും. ചിക്കൻ കറി, ബീഫ്, ചമ്മന്തി, ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നല്ല സോഫ്റ്റ് ഒറട്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.